കന്നഡ ഭാഷ തമിഴിൽ നിന്നാണ് ജന്മം കൊണ്ടതെന്ന തൻ്റെ പ്രസ്താവനയ്ക്ക് മാപ്പ് പറയാൻ വിസമ്മതിച്ച് കമൽഹാസൻ. തൻ്റെ പരാമർശങ്ങൾ തെറ്റായിരുന്നുവെങ്കിൽ ക്ഷമ പറയുമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രതികരണം. എനിക്ക് മുൻപ് ഭീഷണികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സ്നേഹം എപ്പോഴും വിജയിക്കും. കർണാടകയോടും ആന്ധ്രാപ്രദേശിനോടും കേരളത്തോടുമുള്ള എൻ്റെ സ്നേഹം സത്യമാണ്. അങ്ങനെ അല്ലെന്ന് ചില പ്രത്യേക അജണ്ടയുള്ളവർ മാത്രമേ സംശയിക്കൂ, കമൽ പറഞ്ഞു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. താൻ നിയമത്തിലും നീതിയിലും വിശ്വസിക്കുന്നു. DMKയുമായി കൈകോർക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നുവെന്നും കമൽ പറഞ്ഞു. മക്കൾ നീതിമയ്യം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയായ കമലിനെ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തുമെന്നും കമൽഹാസൻ പറഞ്ഞു. കന്നഡ വിരുദ്ധ പ്രസ്താവന നടത്തിയതിനാൽ കമൽഹാസൻ്റെ പുതിയ ചിത്രം തഗ് ലൈഫിൻ്റെ റിലീസ് തടയാൻ നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. 24 മണിക്കൂറിനകം കമൽ ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ ചിത്രത്തിൻ്റെ റിലീസ് തടയുമെന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വ്യക്തമാക്കിയിരുന്നു. കന്നഡ അനുകൂല സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ചേംബർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കമലിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് കന്നഡ താരം ശിവരാജ് കുമാർ രംഗത്തെത്തി. കമൽഹാസൻ കന്നഡയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം അനാവശ്യമാണെന്നും ശിവരാജ് കുമാർ പറഞ്ഞു. വിവാദങ്ങളെ നേരിടാൻ കമലിന് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ശിവരാജ് കുമാറിൻ്റെ സാന്നിധ്യത്തിലാണ് തമിഴിൽ നിന്നാണ് കന്നഡ പിറന്നതെന്ന് കമൽ പറഞ്ഞത്. ശിവരാജ് കുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴായിരുന്നു ഈ പരാമർശം.